ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വൈകിട്ട് നമ്മുടെ ചായ പരിപാടിയും അതേപോലെ നമ്മളെ മക്കൾ സ്കൂളിട്ട് വന്നതല്ല അവരുടെ ഉള്ളപ്പുകിലും അവരോട്ടുള്ള തിരക്കും മദ്രസയിൽ പോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. വൈകുന്നേരത്തെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഇവിടെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതൊക്കെയാണ് പരിപാടി. കുറേ നേരം എൻ്റെ മെഷീനകത്ത് പോയിട്ട് അവിടെ മെഷീനിൽ തുണിയൊക്കെ വെച്ചിട്ട് തയ്ക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാ ഫോണിൽ പാട്ടിട്ടിട്ട് കുറേ നേരം ഒരു 1.5 മണിക്കൂർ ഈ കളി ഇയാൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഇംഗ്രിത പണികളെടുത്ത് അങ്ങനെ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് വാശി പിടിച്ച് കുറുമ്പ് പിടിച്ച് അങ്ങനെ നടക്കും. അപ്പോൾ ഇയാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ് കേട്ടോ. നമ്മൾ വീട്ടുപണി എടുക്കാൻ ഇത്രയും ഇടങ്ങാറില്ല കേട്ടോ. ഇയാളെ കൊണ്ടു നടക്കാനാണ് നല്ല പാട്. അംഗൻവാടി കൊണ്ടുവിട്ടതാണ്. 2 ദിവസം പോയി കേട്ടോ. അതും കൊണ്ടുവിടുന്നതും വന്ന പാടെ ഇയാൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വിളി വരും. ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടിക്കളിയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പറഞ്ഞതായി ചാടിക്കളിയും ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രസനപ്പൊടി ഉണ്ടല്ലോ അത് കലക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലം നല്ല വെയിലും ചൂടൊക്കെ അല്ല, അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക, വത്തക്ക കഴിക്കുക, ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക. അതൊക്കെയാണ് കേട്ടോ ഇയാൾക്ക് കാര്യമായിട്ട് വേണ്ട. ഭക്ഷണമൊന്നും അങ്ങനെ അധികം വേണ്ട കേട്ടോ. കാര്യമായിട്ട് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അലക്കി കുളിക്കാൻ പോകണം മുന്നേ ഞാൻ എന്ത് ചെയ്തു, കുട്ടികൾ വരുമ്പോഴത്തേന് 4 മണിക്ക് ഒരു ചായക്കടി ഉണ്ടാക്കുക, പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉഴുന്ന് നമ്മളെ പരിപ്പ് ഉണ്ടല്ലോ വെള്ളത്തിൽ ഇടുക കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി കുട്ടികൾ പറയാൻ തുടങ്ങിയിട്ട് ഉമ്മച്ചിയെ പരിപ്പോടെ ഉണ്ടാക്കി തരുമോ, പഴംപൊരി ഉണ്ടാക്കി തരുമോ, ഉമ്മച്ചി എന്തെങ്കിലും കടി ഉണ്ടാക്കിക്കൂടെ, എന്നും വന്നാൽ എന്തെങ്കിലും ബേക്കറിയോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാട്ടോ ആൾക്കാർ പോകുക. അല്ലെങ്കിൽ രാവിലത്തെ ചായൻ്റെ കടി ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ടാട്ടോ കുട്ടികൾ വൈകുന്നേരം മദ്രസയിൽ പോകല്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ഇപ്പോൾ കുറച്ച് പരിപ്പ് കറി വെക്കാൻ കൊണ്ടുവന്ന പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കാണ് പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചോറും കറിയും ഉണ്ടാക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അലക്കി കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് കടന്നു കേട്ടോ. മക്കളിപ്പോൾ സ്കൂൾ വിട്ട് വരാനായിട്ടോ. ആദ്യം രണ്ടാമത്തെ മോള് UKG പഠിക്കുന്ന അവൾ 3:30 ആകുമ്പോഴത്തേന് സ്കൂൾ വിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇതിനകത്ത് ഇടുന്നു കേട്ടോ. പിന്നെ നമ്മളെ ചോപ്പർ റൂട്ടിനെ കൊണ്ടാണ് കേട്ടോ നമ്മൾ 2 വലിയ അത്യാവശ്യം മീഡിയം സൈസ് 2 വെല്ലുള്ളിയും 2-3 കഷ്ണം ഇഞ്ചിയും നമ്മുടെ ചോപ്പർ റൂട്ടിനെ കൊണ്ട് അരിഞ്ഞെടുപ്പിച്ചു കേട്ടോ. പിന്നെ 2-3 എരിവില്ലാത്ത 2-3 പച്ചമുളകും അതിൻ്റെ കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട്. ഇവിടെ കൂടുതൽ അങ്ങനെ ഒന്നിലും എരിവ് പറ്റില്ല കേട്ടോ. ഇക്കാക്കും കുട്ടികൾക്കും എനിക്കൊന്നും അങ്ങനെ അധികം എരിവ് പറ്റില്ല. അപ്പോൾ അത് കാരണം എരിവ് വളരെ കുറച്ചിട്ടിട്ടേക്കണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 വറമുളക് കൂടെ ഇടാണ്ട്. അപ്പോൾ നമ്മൾ റെന്നക്കുട്ടി അപ്പത്തന്നെ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. സ്കൂൾ വിട്ട് വന്ന ആൾ വന്ന പാടെ ചെരുപ്പ് കൂരിട്ട് ആദ്യം പറയുന്നത് എന്താണെന്നറിയോ, അവിടെ കാക്കൂൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ, വരുന്ന വ്യാഴാഴ്ച. അപ്പോൾ അതിന് പോകണം ഉമ്മച്ചി, നമുക്ക് എന്തായാലും അതിന് പോകണം കേട്ടോ എന്നും പറഞ്ഞ് അവളെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് കാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂളിലത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് വന്ന പാടെ കാണിച്ചു തരികയാണ്. എന്നും വന്നാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണട്ടോ, ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും കേട്ടോ. അപ്പോൾ ആ നോട്ടീസ് എന്നെ കാണിക്കുക കേട്ടോ. സംഭവം ഈ വരുന്ന വ്യാഴാഴ്ച 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്തമ്മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ, 23-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ അതിന് അവിടെ പോയാൽ അതിനകത്ത് നമ്മുടെ ഇവിടെ ഒരു മേലാറ്റൂർ ഒരു ജ്യൂസ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് കേട്ടോ. ജ്യൂസിൻ്റെ ബേക്കറിയുടെ ഒക്കെ കട. അപ്പോൾ അതിൻ്റെ പരസ്യം കൊടുത്തേക്കാൻ തോന്നണം. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്ക്
അപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു, ഉമ്മച്ചി സ്കൂളിൽ പോയ ഉമ്മച്ചി അതാ ആ ഫോട്ടോയിൽ കാണുന്നൊക്കെ കിട്ടുമെന്ന് അറിയാം അവൾ. അപ്പോൾ അതാ നമ്മുടെ പരിപ്പടയൊക്കെ ഉള്ള വെള്ളുള്ളി ഇഞ്ചിയും അരച്ചെടുത്ത് രണ്ട് മൂന്ന് എരിവില്ലാത്ത പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമില്ലാണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ 2-3 തവണയായിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് 2-3 കറക്ക് ഇറക്കി എടുക്കും കേട്ടോ. അതിനകത്ത് നമ്മുടെ പരിപ്പിൻ്റെ കഷ്ണം കിടക്കുന്ന രൂപത്തിൽ 2-3 കറക്ക് ഇറക്കിയിട്ട് 2-3 തവണയായിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്നും വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ രാവിലെ എണീച്ച് ഇന്നത്തെ പണിയൊക്കെ നേരത്തെ തീർക്കണം, നാളത്തെ പണിയെല്ലാം ഓരോ സമയത്ത് ഓരോ പണി തീർക്കണം, പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് ഉച്ചക്ക് കുറച്ച് നേരം നമുക്ക് ഫ്രീ ടൈം എടുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച പ്ലാനൊന്നും നമുക്ക് രാവിലെ എണീച്ചാൽ നമുക്ക് നടക്കില്ല കേട്ടോ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ, ഞാൻ ഉള്ളത് പറയാമല്ലോ. അപ്പോൾ നമുക്കത് അരച്ചെടുത്തിട്ട് വരാം അല്ലേ. അപ്പോൾ അത് നമ്മൾ 1-2 കറക്കിറക്കിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് തുറന്നിട്ട് നമ്മൾ അരികിൽ അരയാണ്ട് കിടക്കണമൊക്കെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കറക്കും കൂടെ കറക്കി എടുക്കണം കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ കറക്കി എടുത്തിട്ടാണ് ഇത് ശരിയാക്കിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതാ കറക്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് 2-3 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. 1-2 വറ്റൽമുളക് എരിവ് അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, ഇവിടെ എരിവ് അധികം പറ്റാത്ത കാരണം 1-2 വറ്റൽമുളക് ഇട്ടുള്ളൂ. പിന്നെ പോരാത്തതിന് ഇതിൽ നമ്മുടെ പച്ചമുളക് ഓൾറെഡി നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ എരിവ് കൂടിപ്പോയാൽ കുട്ടികളൊന്നും കഴിക്കില്ല, അത് കാരണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ബാക്കി എല്ലാ കറിവേപ്പില, ഉള്ളി, ഇഞ്ചി, അതേപോലെ പച്ചമുളക് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ശകലം അരിപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച്, അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച്. കാരണം എന്താ വെച്ചാൽ ശകലേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് മുരമുരാന്ന് ക്രിസ്പി ആയിട്ട് കടിക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശകലം കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട കൂടെ തന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ആവശ്യത്തിന് ഉപ്പിടുക, അതിന് ശേഷം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണ്ട ഉപ്പിട്ടിട്ട് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളിതൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഉള്ളി ഇഞ്ചി എല്ലായിടത്തും കൂടെ എത്തുന്ന രീതിക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് പരത്തിയിട്ട് മറ്റേ കയ്യിലോട്ട് എടുത്തിട്ട് എണ്ണയിലോട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണയിലോട്ടിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ നിരനിരാന്ന് പത വരുന്നുണ്ടോ. അപ്പോൾ അതേപോലെ വന്നാലുള്ളൂ ആ എണ്ണ എല്ലാ ഭാഗത്തും ആവാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പരിപ്പോടെ മുങ്ങാൻ മാത്രമുള്ള എണ്ണ വേണം കേട്ടോ. ഇത് കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പരിപ്പോടെ ആയ കാരണം അധികം എണ്ണ കുടിക്കില്ല കേട്ടോ. ഇത് ലാസ്റ്റ് വരെ ഈ എണ്ണ ഇത്രയും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നീട് ലോ ഫ്ലെയിമിലോട്ടിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം പാകത്തിന് വേവുമ്പോൾ എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ കുട്ടി പരിപ്പടൊക്കെ ചുട്ട് ചൂട് കൊടുക്കണേ തന്നെ തിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പരിപാടി കേട്ടോ. നമുക്കോട് ചോദിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ആള് വീഡിയോക്ക് ഹായൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കരിമുരാന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട് കാരണം അവൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിക്കാൻ വേണമെന്ന് കഴിക്കാനും പറ്റുന്നില്ല. മുളകുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മറ്റാൾ സ്കൂളിട്ട് വന്നു കേട്ടോ. സ്കൂളിട്ട് നേരെ ആൾ ബാഗ് കൊണ്ടുവെക്കാൻ പോയി. നേരെ അടുക്കളയിലേക്കായിരിക്കും കേട്ടോ വരവ്. അപ്പോൾ ഇതാ അവിടുത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞ് എണീച്ച ആളിതാ ഇവിടെ അടുക്കളയിൽ എത്തിയിട്ടോ. പോന്ന് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മദ്രസയിൽ പോലെ ആൾക്കാരൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അവളൊക്കെ അത് റെഡിയായി വന്നേക്കാം. അപ്പോൾ പരിപ്പോടെ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇതാ അവർ കട്ട കമ്പനികൾ 3 പേരും കൂടെ കൈകോർത്ത് മദ്രസയിൽ പോയിട്ടോ. ആ 2 ഇത്രയും നേരം എണ്ണക്കുട്ടീനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവളെ പുറകെ തന്നെ നടക്കായിരുന്നു. അവളെ കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് കേട്ടോ 2 പേരും കൂടെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ മദ്രസയിൽ പോയി. നമ്മളെ പരിപ്പട മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവരെ മദ്രസയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പകുതിയാക്കിയിട്ട് നിർത്തിച്ചിട്ട് പോയേക്കാണ്. അപ്പോൾ ഇതാ മുഴുവൻ ചുട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂട് പാൽ ചായൻ്റെ കൂടെ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ചുച്ചുകുട്ടി എണീച്ചു കേട്ടോ. ഉറങ്ങായിരുന്നു ആൾ. അപ്പോൾ നമ്മളെ ചുച്ചുകുട്ടി എണീച്ച് കഴിഞ്ഞാൽ അവന് കുറുമ്പൊക്കെ മാറ്റി അവന് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ.
അപ്പോൾ അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൻ്റെ ഇംഗിതപ്പണികൾ തുടങ്ങിയിട്ടോ. അവനതാ അവൻ്റെ സൈക്കിളിനകത്ത് കുറേ കമ്പും കോലൊക്കെ കുത്തി വെച്ച് എപ്പോഴത്തേയും പോലെ ഇതാ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനവിടെ നല്ല കളിയാട്ടോ. ആ സമയത്ത് എനിക്ക് 1-2 ദിവസത്തെ തുണികൾ മടക്കി വെക്കാൻ കേട്ടോ. നമുക്ക് തുണികൾ അലക്കാനും ഉണക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ. പക്ഷേ ഈ മടക്കി വെക്കുന്നത് നല്ല സംഭവമാണ് കേട്ടോ. അങ്ങനെ കുറേ തുണിയൊക്കെ മടക്കി. അപ്പോഴേക്ക് ഇതാ മരുഭിയൊക്കെ അങ്ങോട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്ച്ച് വെച്ച് അപ്പോഴേക്കും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായപ്പോൾ ഭക്ഷണം കൊടുക്കും. കുട്ടികൾക്ക് ഇതാ ചോറൊക്കെ വിളമ്പി കൊടുത്ത ഒരാളിതാ അടുക്കളയിൽ തറയിലാട്ടോ ഇരിക്കുന്നത്. ഒരാളിതാ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഒരു കറിയും പറ്റില്ല കേട്ടോ. മീൻ അങ്ങനത്തൊന്നും പറ്റില്ല. ആൾക്ക് ആകെ പറ്റുന്ന മുട്ടയാണ്. പിന്നെ ഇതാ ഒരാളിവിടെ ഇരുന്നതാ കാക്കൂൻ്റെ കൂടെ ഇരുന്ന് TV കാണുന്നു. മറ്റേനിത് അപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം അങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി കുറച്ച് നേരം പഠിക്കാനിരിക്കണം. അപ്പോൾ അത് മക്കളെ പഠിപ്പൊക്കെ കഴിഞ്ഞ് മക്കൾ കിടന്നുറങ്ങിയിട്ടോ. അപ്പോഴേക്കും ഇക്ക റോട്ടിൽ നിന്ന് വന്നപ്പോൾ തണ്ണിമത്തൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കഷ്ണം എടുത്ത് കഴിക്കുകയാണ്. രാത്രി ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. ഒരു കഷ്ണം തണ്ണിമത്തനോ അല്ലെങ്കിൽ വല്ല ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വെള്ളമോ കുടിച്ചിട്ട് കിടക്കില്ല കേട്ടോ. അപ്പോൾ ഇക്ക റോട്ടിൽ നിന്ന് വന്നിട്ട് ഇക്കാക്ക് ചോറ് കഴിക്കാനുള്ള മീനൊക്കെ വറുക്കുകയാണ്. ഇക്കാക്ക് അപ്പം ചൂടുള്ള മീനായാലും എന്തായാലും ചൂടുള്ളത് വേണം കേട്ടോ. തണുത്ത് ഇക്ക കഴിക്കില്ല. അപ്പോൾ ഇക്ക റോട്ടിൽ നിന്ന് വന്ന് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അപ്പോഴാണ് വറുത്തിട്ട് അപ്പോഴാട്ടോ ചോറൊക്കെ കഴിക്കുക. അപ്പോൾ ഇനി ഇക്കാക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ 2-3 വീഡിയോ ഇട്ടിലൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് നിങ്ങളാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇടുന്ന വീഡിയോയിൽ എല്ലാത്തിലും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.